ഇന്ന് നമുക്കൊരു വെറൈറ്റി കറി ഉണ്ടാക്കാവേ. എന്നാന്ന് പറയുക, നമ്മുടെ വീട്ടിലെ അമ്പഴങ്ങ ഇഷ്ടംപോലെ അമ്പഴങ്ങ ഉണ്ടെങ്കിൽ വെറുതെ പോവുക. അപ്പോൾ ഞാൻ ഓർത്തു ഇപ്രാവശ്യം ഒരു കറി വെക്കാമെന്ന്. ഞാനിങ്ങനെ ഇത് തന്നെ തേങ്ങാപ്പാൽ ഒഴിച്ച് കറി വെച്ചിട്ടുണ്ട്. മീനിട്ട് ഇതാ മത്തി ഇട്ടിട്ടുണ്ട്. കുറച്ചേ ഉള്ളൂ കേട്ടോ, നമുക്ക് ഒരു പ്രാവശ്യം കഴിക്കാനുള്ള കറി ഉണ്ടാക്കാനാണ്. പുളി അത്യാവശ്യം പുളിയുണ്ട്, അതുകൊണ്ട് മാങ്ങയേക്കാൾ കുറേ കൂടുതൽ വേണം. അരയ്ക്കാനായിട്ട് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം ജാറിലേക്ക്. സ്വല്പം ഇത്തിരി മല്ലിപ്പൊടി, മുളക് പൊടി, എരിവ് ഒത്തിരി എരിവ് വേണ്ട കേട്ടോ, അത് കുറച്ചാണ് ഇടുന്നത്. പിന്നെ നമ്മുടെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഞാനിതൊന്ന് അരച്ചുകൊണ്ട് വരാം കേട്ടോ. തേങ്ങ നല്ലപോലെ അരച്ചുകൊണ്ട് വന്നിരുന്നു കേട്ടോ. തേങ്ങയും അതിൻ്റെ പൊടികളൊക്കെ ഞാൻ കാണിച്ചായിരുന്നത്. ഇനി നമുക്കിതിലേക്ക് ഈ മത്തിയിലേക്ക് അമ്പഴങ്ങ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് അധികം മൂക്കാത്ത അമ്പഴങ്ങയാണേ, അതുകൊണ്ട് പുളി ഉണ്ടാവും. പക്ഷേ എത്ര വേണം, പുളി കൂടണമെങ്കിൽ ഒത്തിരി പുളിയുള്ളൂ. പിന്നെ ഇതാ ഇഞ്ചി ചതച്ചത്, 2 പച്ചമുളക്, 2 വെളുത്തുള്ളി, പിന്നെ ഒരു ചെറിയ സവോള, കുറച്ച് കരിവേപ്പില, ഒത്തിരി ഉപ്പ്, ഉപ്പിച്ചിട്ട് ഇട്ട് കൊടുക്കാം. നമുക്ക് ഇത്തിരി കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. നമുക്കിതൊന്ന് മിക്സ് ചെയ്യാവേ. ഉപ്പൊക്കെ എല്ലായിടത്തും ഒന്ന് പിടിക്കാനായിട്ട് കുരുമുളക് കൂടണം. മിക്സ് ചെയ്ത് കേട്ടോ. ഇനി നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് നന്നായിട്ട് കലക്കി ഇതോ നമുക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ കുറച്ചും കൂടെ വെള്ളം ആവശ്യമുണ്ട് കേട്ടോ, ഇത് വെന്ത് വരണ്ടേ. ഇപ്പം നമ്മുടെ അരച്ച ഇടപ്പൊക്കെ ഉണ്ട്, അതൊക്കെ നമുക്ക് കഴുകി ഒഴിച്ച് കൊടുക്കാം. ഒന്നുകൂടെ മിക്സ് ചെയ്യാതെ. ഇത് രണ്ടും വേവ് കുറഞ്ഞ സാധനം കേട്ടോ. മത്തിക്ക് എത്രയല്ലേ വേവുള്ളൂ, പിന്നെ അമ്പഴങ്ങയ്ക്കും വേവ് കുറവാണ്. അപ്പോൾ ഇത് മതി നമുക്ക്. വെന്ത് വരട്ടെ, ഒരു 10 മിനിറ്റ് മതി ഇതായിക്കട്ടെ. അങ്ങനെ നമ്മുടെ അമ്പഴങ്ങയും മത്തിയും കൂടെ തേങ്ങ അരച്ച് കറി റെഡി ആയിക്കൊണ്ടിരിക്കുന്നു കേട്ടോ. കുറച്ചും കൂടെ ഒന്ന് റെഡി ആവുന്നുണ്ടേ. അപ്പം ആവശ്യത്തിന് വെന്ത് കഴിയുമ്പോൾ നമുക്ക് കടുകൊക്കെ വറുത്തിട്ട് എല്ലാവരെയും ഞാൻ എൻ്റെ കറി കാണിച്ചു തരാം കേട്ടോ. നമ്മൾ അമ്പഴങ്ങയും മത്തിയും കൂടെ അടുപ്പ വെച്ച് അരപ്പൊക്കെ ഇട്ട് അടുപ്പ വെച്ചിട്ടുണ്ട്. അപ്പം നോക്കുമ്പോൾ എന്താ വന്ന് നോക്കുമ്പോൾ തിളച്ചൊക്കെ കഴിഞ്ഞ് ഞാൻ കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ അനക്കമില്ല. എന്താ കാര്യം, ഗ്യാസ് തീർന്നു കേട്ടോ. ഇനി അത് ഓഫാക്കിയിടാം. നമുക്ക് അടുത്ത മാർഗം നോക്കാം. ഇത് അല്പം കൂടി വേകാനുണ്ടായിരുന്നു കേട്ടോ. ഇതും കൂടെ തിളച്ചാൽ റെഡിയാവും. അപ്പം നമുക്ക് അടുപ്പിലേക്ക് കൊണ്ട് വെച്ചോട്ടോ. നമ്മുടെ വീട്ടിൽ തന്നെ പഴം കേട്ടോ തോരൻ റെഡി ആയിട്ടുണ്ട്. അത് ഈ അടുപ്പ വെച്ച് ഉണ്ടാക്കിയത്, അത് ഭാഗ്യം. അത് കാരണം അടുപ്പ തീ ഉണ്ടായിരുന്നു മീൻ വെക്കാൻ. പിന്നെ നമുക്ക് ഇച്ചിരി കടുവും കൂടെ വറുത്തിട്ട് കറി റെഡി. മീൻകറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് കടുക് വറുക്കാനായിട്ട് ഒരു ചട്ടി വെച്ച് എണ്ണയൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ അടുപ്പയിലാണേ. നമുക്ക് ഈ തേങ്ങ അരച്ച മീൻകറിക്ക് ഉലുവ വളരെ കുറച്ച് മതി കേട്ടോ. അപ്പോൾ അതാ ഒരു കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം. കടുക് ഇച്ചിരി കൂടുതൽ വേണേ, അപ്പോൾ കറി കാണാൻ രസം ഉണ്ടാവും. കടുകൊക്കെ പൊട്ട് റെഡിയായി. അല്പം കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഒത്തിരി കരിഞ്ഞു പോകണ്ട കേട്ടോ. അപ്പം അതിൻ്റെ സ്മെല്ലൊക്കെ അങ്ങോട്ട് മാറും. നല്ല പച്ചക്കറിവേപ്പില ഒന്ന് വാടിയാൽ മതി.
അപ്പോൾ നമ്മുടെ അമ്പഴങ്ങയും നമ്മുടെ മത്തിയും കൂടെ ഉള്ള കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല സൂപ്പർ കറി കേട്ടോ. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കേ. അമ്പഴങ്ങ ഇപ്പോൾ എല്ലായിടത്തും കിട്ടാനുണ്ട്. എൻ്റെ വീടിൻ്റെ അടുത്ത് എത്താവുന്നവരാണ് ഞാൻ തരാം. ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ. ഇപ്പം ചെറുതായിട്ടുണ്ടായിട്ടുള്ളൂ. ഇതെല്ലാം പറിച്ച് ഓരോരുത്തർക്ക് കൊടുത്തു. ഇനിയിപ്പം ചെറുതായിട്ടുണ്ടായിട്ട് വന്നിട്ടുണ്ട്. ഉച്ചക്കത്തെ ചോറും കറിയൊക്കെ റെഡിയായി. അപ്പോൾ ഇത് നമ്മുടെ തെരണ്ടി കറി, ഇത് സാമ്പാർ, ഇത് അമ്പഴങ്ങയും മത്തിയും കറി വെച്ചത്, അത് പയറ് തോരൻ, ഇതല്പം ചക്ക, എല്ലാം റെഡിയായിട്ട് ഞാൻ കുറേ സമയം ഒരാളെ നോക്കിയിരിക്കുന്നു. വിശന്നിട്ട് വയ്യ. കുറച്ച് ചക്ക ഇങ്ങനെ, അതുകൊണ്ട് ഞാൻ ചോറ് കുറച്ച് വെച്ചിരുന്നു കേട്ടോ. ചക്ക ഇട്ടിട്ടുണ്ടേ. അപ്പോൾ പപ്പ ഈ മത്തി എന്ന് പറഞ്ഞ കറി ഉണ്ടല്ലോ, മത്തി എന്ന് പേര് കേട്ടാൽ പപ്പ കഴിക്കും. അതുകൊണ്ട് പപ്പയ്ക്ക് തെരണ്ടിക്കറി ഉണ്ട് കേട്ടോ. പച്ചത്തരണ്ടി കേട്ടോ. പച്ചത്തരണ്ടി കുറച്ചതാ ചക്കയുടെ വേണ്ട. അപ്പം ഇനി പപ്പയ്ക്ക് അല്പം സാമ്പാർ എന്ന് കൂടാം. സാമ്പാർ സെറ്റ് സാമ്പാർ കേട്ടോ. തേങ്ങയൊക്കെ വറുത്ത് വെച്ച് ഞാനേ മുരിക്ക മാത്രം ഇല്ലായിരുന്നു. പിള്ളേർ പറഞ്ഞ അടിപൊളിയാണ്. പിന്നെ കൂടുതൽ എന്നാ കിട്ടിയ മരുപോരം കിട്ടിയോ? ഇനി ഞങ്ങളും കഴിക്കും കേട്ടോ. അപ്പം എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചോ? ഞങ്ങൾ ഈ താമസം കേട്ടോ. 2 മണി ഉണ്ടാക്കി വെച്ചിട്ട് ഒരാളെ തപ്പി നടന്ന് പറമ്പ് കൂടെ തപ്പിയിട്ട് കണ്ടുപിടിച്ചോണ്ട് വന്നാണ് പിള്ളേര് അല്ലേ? ഞാൻ അറിഞ്ഞില്ല.